ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിസ്ഥിതി ദിനങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. അപ്പോൾ നമ്മുടെ 2 കണ്ണിൽ നിന്നും തണ്ണി വരുന്നു, അങ്ങനെ ഒന്ന് കണക്കാക്കുക കേട്ടോ. തണ്ണി വെള്ളം വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മാസം ഫെബ്രുവരി. അപ്പോൾ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. അടുത്ത മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ് കേട്ടോ. മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ വന്യജീവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പണ്ട് നമ്മൾ ഈ ആമയുടെയും മുയലിൻ്റെയും കഥയൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അവരിങ്ങനെ 1 2 3 എന്നൊക്കെ പറയുമ്പോൾ ഓടില്ലേ. അപ്പോൾ അങ്ങനെ വന്യജീവി 1 2 3 എന്ന് പറയുമ്പോൾ അവർ ഓടും. അപ്പോൾ അതിൽ നമ്മുടെ 3യും അതേപോലെ തന്നെ ഓടണേന് വരെ മാർച്ച് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഓക്കെ, മാർച്ച് 3 ലോക വന്യജീവി ദിനം. മാർച്ച് 21 ലോക വനദിനം. അപ്പോൾ ഇത് 3 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23. അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? വനജയുടെ കാലക്ഷയം. ഇത് പണ്ട് മുതലുള്ള ഒരു കോഡാണ് കേട്ടോ. വനജ അതാണ് നമ്മൾ വനദിനം, ജലദിനം, വനജയുടെ കാലക്ഷയം, കാലാവസ്ഥ ദിനം. അപ്പോൾ മാർച്ച് 21, 22, 23. അപ്പോൾ കാലിനൊക്കെ പ്രശ്നം വരുന്നത് മാർച്ച് ചെയ്യുമ്പോഴാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ 21, 22, 23 ഓർമ്മയുണ്ടാവും. മാർച്ച് മാസമാണെന്നും കൂടെ നമുക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാലും കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അടുത്ത ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഏപ്രിൽ 22 ഏത് ദിനമാണ്? ഭൗമദിനം. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ മനുഷ്യനൊക്കെ മുമ്പ് ഏപ്പായിരുന്നില്ലേ ഉണ്ടായിരുന്നേ, ഏപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏപ്രിൽ ആലോചിക്കാം. ഭൗമദിനം. ഭൂമിയിൽ മനുഷ്യനേക്കാൾ മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഏപ്പാണ്. അപ്പോൾ ഏപ്രിൽ. അതുപോലെ തന്നെ 2 കാല് വെച്ചിട്ടാണ് നമ്മുടെ ഏപ്പ് നടന്നു പോയെന്ന് ആലോചിക്കുക കേട്ടോ. 2 കാല് വെച്ചിട്ട്. അപ്പോൾ ഏപ്രിൽ 22 ഭൗമദിനം. അടുത്തത് മെയ് 9. മെയ് 9 എന്താ? ലോക ദേശാടന പക്ഷി ദിനമാണ് മെയ് 9. ഓക്കെ, ലോക ദേശാടന പക്ഷി ദിനമാണ് മെയ് 9. അപ്പോൾ നമ്മുടെ പക്ഷിയുടെയൊക്കെ മെയ് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പക്ഷിയുടെയൊക്കെ മെയ് എന്ന് പറയുമ്പോൾ ശരീരം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പക്ഷി ഇത് 9 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ? പക്ഷി പോലെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പം മെയ് 9 ലോക ദേശാടന പക്ഷി ദിനം. പക്ഷിയുടെ മെയ് ഇങ്ങനെ 9 പോലെയാണെന്ന് ഓർത്താൽ മതി. അടുത്ത് മെയ് 22 ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. അതായത് നമ്മുടെ മെയ്ക്ക്, നമ്മുടെ ശരീരത്തിന് വൈവിധ്യങ്ങളുണ്ട് അല്ലേ. വൈവിധ്യങ്ങളുണ്ട്. അതായത് ആണായിട്ടും പെണ്ണായിട്ടൊക്കെ വൈവിധ്യങ്ങളുണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള വൈവിധ്യം. അപ്പോൾ 2 എന്നുള്ള രീതിയിൽ ആലോചിക്കണേ. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഓർത്തു വയ്ക്കണേ, മെയ് 22 ജൈവ വൈവിധ്യ ദിനം. പറഞ്ഞാൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. നമ്മുടെ 2 കണ്ണിൽ നിന്നും തണ്ണി വരുന്നത് ആലോചിക്കുക. രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ മാസം. മാർച്ച് 3 ലോക വന്യജീവി ദിനം. വന്യജീവികൾ ഓടുകയാണ്. 1 2 3 എന്ന് പറയുമ്പോൾ ഓടുകയാണ്. ഓടുന്നതിന് വരെ മാർച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ മാർച്ച് 21, 22, 23 വനജയുടെ കാലക്ഷയം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഏപ്രിൽ 22 ഭൗമദിനം. ഭൂമിയിൽ ആദ്യം നമ്മുടെ മനുഷ്യനേക്കാളും മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഏപ്പാണ്. 2 കാലിലാണ് നടന്നിരുന്നത്. അങ്ങനെ ആലോചിക്കുക. മെയ് 9. അപ്പോൾ മെയ് എന്ന് പറയുമ്പോൾ ശരീരമാണ്. നമ്മുടെ ലോക ദേശാടന പക്ഷി ദിനമാണ്. അപ്പോൾ പക്ഷിയുടെ മെയ് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ 9 പോലെയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. അടുത്ത ജൂൺ 5. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ് കേട്ടോ. ജൂൺ 5 പരിസ്ഥിതി ദിനം. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ജൂൺ മാസത്തിലല്ല സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമ്മൾ ആചരിക്കാറില്ലേ ഈ പരിസ്ഥിതി ദിനമൊക്കെ നമ്മൾ ആചരിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനമാണ്. ലോക സമുദ്ര ദിനം എന്നാണ്. ജൂൺ 8. ഓക്കെ, അപ്പോൾ സമുദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് സമുദ്രത്തിൻ്റെയൊക്കെ ഒരു വേവ്സിൻ്റെയൊക്കെ ഒരു ട്യൂൺ വരില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജൂൺ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. അതുപോലെ തന്നെ സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രത്തിലൊക്കെ നമ്മൾ കയറി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ 8 കണക്ട് ചെയ്യാം. അപ്പോൾ സമുദ്ര ദിനം, സമുദ്രത്തിൻ്റെ വേവ്സിൻ്റെയൊക്കെ ട്യൂണും അതുപോലെ തന്നെ 8. ജൂൺ 8. ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമാണ് കേട്ടോ. ജൂലൈ 11 ലോക ജനസംഖ്യ ദിനം. അപ്പോൾ ലോകത്തിലത്തെ ജനസംഖ്യയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ജോലിയൊന്നും ഇല്ലാണ്ട് അല്ലേ, ജോലിയൊന്നും ഇല്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂല് നിൽക്കും. ഇങ്ങനെ ക്യൂല് നിൽക്കുകയാണ് കേട്ടോ. ഒരാളുടെ പുറകിൽ വേറൊരാൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജൂലൈ 11 ലോക ജനസംഖ്യ ദിനം. അടുത്ത ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമാണ്. അപ്പോൾ കടുവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലിയാവും, നമുക്ക് നല്ല പണിയായിരിക്കും, നല്ല ജോലിയാവും. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. 29 എനിക്ക് കിട്ടിയില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനം. ഓഗസ്റ്റ് 6 നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹിരോഷിമ ദിനമാണ് ഓഗസ്റ്റ് 6. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമാണ്.
സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. നമ്മൾ നാളികേരമൊക്കെ വെട്ടിക്കഴിയുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും അല്ലേ, സെപ്പറേറ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് സെപ്റ്റംബർ, എന്നിട്ട് 2 കഷ്ണമായിട്ട് നമുക്ക് നാളികേരം കിട്ടും. അപ്പോൾ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. ഓസോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്സിജനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്സിജൻ്റെ മാസം ആലോചിച്ചാൽ മതി കേട്ടോ. എത്രയാണ്? 16. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 16 ഓസോൺ ദിനം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കണേ. അടുത്ത് നോക്കാം, ഒക്ടോബർ 5 ലോക പാർപ്പിട ദിനമാണ്. ഒക്ടോബർ 5 നമുക്കറിയാലോ, ഈ സെപ്റ്റംബർ 5 എന്തായിരുന്നു? ടീച്ചേഴ്സ് ഡേ ആണ് അല്ലേ. ഒക്ടോബർ 5 എന്താ? ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ, ഒക്ടോബർ 5 ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഒക്ടോബർ 5 ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് അല്ലേ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് പാർപ്പിട ദിനവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഒക്ടോബർ 5 ലോക പാർപ്പിട ദിനം. സെപ്റ്റംബർ 5 കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമാണ്. അപ്പോൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒക്ടോബേഴ്സിനൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. നമ്മൾ ഭക്ഷണമായിട്ടൊക്കെ ഒക്ടോബേഴ്സിനെ കഴിച്ചു എന്നോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ആലോചിക്കാം. ഒക്ടോബർ ഭക്ഷ്യ ദിനം കേട്ടോ. അടുത്തത് നവംബർ 19 ലോക ടോയ്ലറ്റ് ദിനമാണ് കേട്ടോ. നവംബർ 19 ലോക ടോയ്ലറ്റ് ദിനം. അപ്പോൾ ടോയ്ലറ്റിൽ ഇപ്പോൾ പോകണം എന്ന് ആലോചിക്കാം കേട്ടോ. നൗ. ഓക്കെ, നൗ, NOW. അപ്പോൾ അതേപോലെ നമുക്ക് നവംബർ ആലോചിക്കാം. 19 ഒന്ന് ഓർത്ത് വയ്ക്കണേ. നവംബർ 19 ലോക ടോയ്ലറ്റ് ദിനം. അടുത്ത് നോക്കാം, ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ് കേട്ടോ. ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ്. അപ്പോൾ മണ്ണൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഡിക്രീസ് ആവാമെന്ന് ആലോചിക്കാം കേട്ടോ. ഡിസംബർ നമുക്കിങ്ങനെ DEC എടുക്കാം. ഡിക്രീസ് ആവുകയാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം. കാരണം ഇപ്പോൾ വീടുകളിലെല്ലാം നമ്മളിങ്ങനെ ടൈലൊക്കെ ഇട്ട് മണ്ണിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുകയാണ്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാമല്ലോ. അപ്പോൾ ഡിസംബർ ആണ്. അതേപോലെ തന്നെ 5 നമ്മൾ 5 വിരലും വെച്ചിട്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മണ്ണ് വാരിയൊക്കെ കളിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ 5 വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മണ്ണ് കുറയാണ്, ഡിക്രീസ്. അങ്ങനെ ഡിസംബർ 5 ഓർക്കാം. ഡിസംബർ 11 അന്തർദേശീയ പർവ്വത ദിനം. അന്തർദേശീയ പർവ്വത ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ 11. അപ്പോൾ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്നുപോലെയൊക്കെ അങ്ങ് സങ്കല്പിക്കാം കേട്ടോ. 2 പർവ്വതം അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹിമാലയൊക്കെ ആലോചിക്കാമല്ലോ. പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ ഹിമാലയ. അപ്പോൾ നല്ല തണുപ്പുള്ള മാസം ഡിസംബർ ആയിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കാം. ഡിസംബർ 11 അന്തർദേശീയ പർവ്വത ദിനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഡേറ്റും കൂടെ ഉള്ളതുകൊണ്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും നല്ല കോഴ്സുകൾ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.